ഹലോ നമസ്കാരം, എല്ലാവർക്കും ലൈഫ് ലൈൻ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മുൻകാല ചോദ്യോത്തരങ്ങളാട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. ശ്വേത രക്താണുക്കളുടെ ആയുസ് 1 മുതൽ 15 ദിവസം വരെ. രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തു ഏത്? ഹെപ്പാരിൻ. ലോക രക്തദാന ദിനം എന്ന്? ജൂൺ 14. റോയൽ ഡിസീസ് എന്ന് വിളിക്കപ്പെട്ട അസുഖം? ഹീമോഫിലിയ. പരമ്പരാഗതമായി വരുന്നതും രക്തം കട്ടപിടിക്കാത്തതുമായ അവസ്ഥ? ഹീമോഫിലിയ. മർമ്മം അഥവാ ന്യൂക്ലിയസ് ഇല്ലാത്ത രക്തകോശം ഏത്? ചുവന്ന രക്താണുക്കൾ. ശരീരത്തിലെ ദ്രാവക കല ഏത്? രക്തം. രക്തം കട്ടപിടിക്കുന്നതിന് പ്രധാന പങ്കുവഹിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ? ഫൈബ്രിനോജൻ. ബംഗാൾ വിഭജനം പ്രാബല്യത്തിൽ വന്ന തീയതി? 1905 ഒക്ടോബർ 16. മദ്രാസിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ നേതാവ്? VO ചിദംബരം പിള്ള. ദി ഇന്ത്യൻ സ്ട്രഗിൾ ആരുടെ ആത്മകഥയാണ്? സുഭാഷ് ചന്ദ്രബോസ്. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം? ചൗരി ചൗര സംഭവം 1922. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ആത്മീയ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്? സ്വാമി വിവേകാനന്ദൻ. ഞാനൊരു കുറ്റവാളിയല്ല, രാജ്യസ്നേഹിയാണ് എന്ന് പ്രഖ്യാപിച്ചത് ആര്? ഭഗത് സിംഗ്. സൈമൺ കമ്മീഷന്റെ ഔദ്യോഗിക പേര്? ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. ബംഗാൾ വിഭജനത്തെ ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് മേൽ വീണ ബോംബ് എന്ന് വിശേഷിപ്പിച്ചതാര്? സുരേന്ദ്രനാഥ് ബാനർജി. ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം നിർത്തലാക്കിയ നിയമം? 1858 നിയമം. ഏതുതരം തരംഗത്തിന് ഉദാഹരണമാണ് ശബ്ദം? അനുദൈർഘ്യ തരംഗം. വായുവിലൂടെ സഞ്ചരിക്കുന്ന ശബ്ദത്തിന്റെ വേഗം എത്ര? 340 മീറ്റർ/സെക്കൻഡ്. എന്താണ് മെലോഫോബിയ? സംഗീതത്തോടുള്ള പേടി. ശബ്ദത്തോടുള്ള പേടി ഏതു പേരിൽ അറിയപ്പെടുന്നു? ഫോണോഫോബിയ. കേൾവിശക്തി അളക്കുന്നതിനുള്ള ഉപകരണം? ഓഡിയോമീറ്റർ. ഭൂകമ്പമുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദതരംഗങ്ങൾ? ഇൻഫ്രാസോണിക്. ഊഷ്മാവ് കൂടുന്നതിനനുസരിച്ച് ശബ്ദവേഗത്തിന് എന്ത് സംഭവിക്കുന്നു? കൂടുന്നു. ശബ്ദത്തിന്റെ ഉച്ചത അളക്കുന്ന യൂണിറ്റ്? ഡെസിബൽ. ശബ്ദത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുന്ന ശാസ്ത്രവിഭാഗത്തിന്റെ പേര്? അക്കോസ്റ്റിക്സ്. ചൈനയുടെ ദുഃഖം, മഞ്ഞ നദി എന്നിങ്ങനെ അറിയപ്പെടുന്ന നദി ഏതാണ്? ഹൊയാങ് ഹെ. 1966 ജനുവരി 10 ലാൽ ബഹദൂർ ശാസ്ത്രിക്കൊപ്പം താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച പാക് പ്രസിഡന്റ് ആരായിരുന്നു? അയൂബ് ഖാൻ. 1971 ഇന്ത്യ പാക് യുദ്ധത്തെ തുടർന്ന് 1972 സുൽഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയും തമ്മിൽ ഒപ്പുവെച്ച കരാർ ഏതായിരുന്നു? സിംല കരാർ. അഫ്ഗാനിസ്ഥാനെ ഏത് രാജ്യവുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഖൈബർ പാസ്? പാകിസ്ഥാൻ. ബംഗ്ലാദേശിൽ നിന്നുള്ള ആദ്യത്തെ നോബൽ സമ്മാന ജേതാവ് പാവങ്ങളുടെ ബാങ്കർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആരാണ് ഇദ്ദേഹം? മുഹമ്മദ് യൂനുസ്. ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യമുദ്ര ഏതാണ്? ഭോലു എന്ന ആനക്കുട്ടി. ഇന്ത്യയുടെ പർവ്വത സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത്? ഹിമാചൽ പ്രദേശ്. ഏതു സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ഗർഭ? ഗുജറാത്ത്. ഏത് സംസ്ഥാനത്തെ നാടോടി നൃത്തരൂപമാണ് ബിഹു? അസം. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന അവശിഷ്ട പർവ്വതം? ആരവല്ലി. കേരള ദിനേശ് ബീഡിയുടെ ആസ്ഥാനം? കണ്ണൂർ. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദി?
പയ്യന്നൂർ. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട സ്ഥലം. പാറപ്രം പിണറായി. അഴീക്കൽ തുറമുഖം ഏതു ജില്ലയിലാണ്? കണ്ണൂർ. മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം ഏതു ജില്ലയിലാണ്? കണ്ണൂർ. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമി. ഏഴിമല നാവിക അക്കാദമി. പ്രാചീന കാലത്ത് നൗറ എന്നറിയപ്പെട്ടിരുന്ന തുറമുഖം. കണ്ണൂർ. പഴശ്ശി അണക്കെട്ടിൻ്റെ മറ്റൊരു പേര്. കുളൂർ ബാരേജ്. ഹൃദയങ്ങളിൽ നിന്ന് രക്തത്തെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന കുഴൽ. ധമനി. ധമനികളും സിരകളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴൽ. ലോമിക. ഹൃദയത്തിൻ്റെ ശരാശരി ഭാരം എത്ര? 300 ഗ്രാം. ഹൃദയം ഒരു മിനിറ്റിൽ ശരാശരി എത്ര തവണ സ്പന്ദിക്കുന്നു? 72 തവണ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും അടുത്ത വീഡിയോസിൽ കാണുന്നതായിരിക്കും. താങ്ക് യു. ബൈ.